Today we are going to study that case-based question from chapter 3, linear equations in two variable. Okay, first question. A test consists of 2 or 4 questions. 1 mark is awarded for every correct answer, while 1 by 4 mark is deducted for every wrong answer. A student knew answers to some of the questions. Rest of the questions he attempted by guessing. He answered 120 questions and got 90 marks. 2 or 4 questions ആണ് അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസറിന് he will get full mark 1 mark, and if it is wrong answer ആ കുട്ടിയുടെ ഒറിജിനൽ മാർക്കിൽ നിന്ന് 1/4 മാർക്ക് കട്ട് ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഗസ് ചെയ്തു, അങ്ങനെ ആൻസർ ചെയ്തതിൽ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 120 ക്വസ്റ്റ്യൻസിൽ 90 മാർക്ക് ആ കുട്ടിക്ക് കിട്ടി. ഈ 1/4 മാർക്ക് എന്ന് പറയുന്നത് റോങ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 0.25 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻസർ ടു ഓൾ ക്വസ്റ്റ്യൻ ഹി അറ്റംപ്റ്റഡ് ബൈ ഗസ്സിംഗ് വെർ റോങ്, ദെൻ ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഡിഡ് ഹി ആൻസർ കറക്റ്റ്ലി. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തു. ഇഫ് ആൻസർ ടു ഓൾ ക്വസ്റ്റ്യൻ ഹി അറ്റംപ്റ്റ് ബൈ ഗസ്സിംഗ് വെർ റോങ്, ഈ ക്വസ്റ്റ്യൻ ചെയ്തതിൽ ഈ ഗസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ആ കുട്ടി കറക്റ്റായിട്ട് ചെയ്തത്? അപ്പം ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? റോങ്ങും കറക്റ്റും ആയിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120 ആണ്. സോ if you consider x as the correct number of questions and y as the wrong answer, wrong അല്ലെങ്കിൽ ഗസ്സിങ്ങിലൂടെ കിട്ടിയത് y ആയിട്ട് എടുക്കുകയാണെങ്കിൽ then x plus y is equal to 120. Then total number of questions whose answer known to the student it is x. So xൽ നിന്ന് ഇനി എന്ത് ചെയ്യും? റോങ് ആൻസർ ഗസ് ചെയ്തത് റോങ് ആയി പോയാൽ എന്ത് ചെയ്യും? 1/4 മാർക്ക് കട്ട് ചെയ്യും. അപ്പോൾ എക്സ് മൈനസ് 1/4 വൈ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? ഇത് ഗസ് ചെയ്ത് ഫൈനൽ കിട്ടിയ മാർക്കാണ് 90. അത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. He answered 122 questions and got 90 mark. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 120യും എക്സ് മൈനസ് 1/y ഈസ് ഈക്വൽ ടു 90. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡിൽ എക്സും ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, അടുത്തത് സെക്കൻഡ് ഇക്വേഷൻ, ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 ആയി. 1 ഇവിടെ വരുമ്പോൾ മൈനസ് പ്ലസ് ആയി. അപ്പോൾ 1/4 1/4 എന്ന് പറയുമ്പോൾ 1/4 വൈ ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ വരുന്നത് 120 മൈനസ് 90. 120 മൈനസ് 90 എന്ന് പറയുമ്പോൾ 30 എന്ന് കിട്ടും. 1/4 എന്ന് പറയുമ്പോൾ 5/4 വൈ ഈസ് ഈക്വൽ ടു 30. അപ്പം വൈയുടെ ആൻസർ എന്ന് പറയുന്നത് 30 × 4 ഡിവൈഡഡ് ബൈ 5. ഇവിടെ 30 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 6 എന്ന് കിട്ടും. y ഈസ് ഈക്വൽ ടു 24. അപ്പം ഗസ് ചെയ്ത് ആ കുട്ടിക്ക് കിട്ടിയ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഗസ് ചെയ്ത് കിട്ടിയ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 120യിൽ നിന്ന് 24 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടും. സോ ഇറ്റ്സ് ഇസ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഹൂസ് ആൻസർ ഈസ് നോട്ട്. കറക്റ്റ് ആൻസർ വരുന്നത് 96ഉം ഇൻകറക്റ്റ് വരുന്നത് 24. അങ്ങനെയാണ് ആ കുട്ടിക്ക് ടോട്ടൽ 96 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് കിട്ടിയത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഡിഡ് ഹി ആൻസർ കറക്റ്റ്ലി 96 ആണ് ചെയ്തത്. ബാക്കി 24 ക്വസ്റ്റ്യൻസും ആൾ ഗസ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് നെഗറ്റീവ് മാർക്ക് കിട്ടുകയും ചെയ്തു. ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഡിഡ് ഹി ഗസ്. ഇനി ചോദിച്ചിരിക്കുന്നത് എത്ര ഗസ് ചെയ്തു എന്ന് പറയുന്നത് വൈ ആയിട്ടാണ് എടുത്തേക്കുന്നത്. വൈ എന്ന് പറയുന്നത് 24, എക്സ് 96 കറക്റ്റായിട്ട് കിട്ടിയത്. വൈ എന്ന് പറയുന്നത് ഗസ് ചെയ്തത് ടോട്ടൽ 24 ആണോ ഉള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ്റെ അത്, ഇഫ് ആൻസർ ടു ഓൾ ക്വസ്റ്റ്യൻ ഹി അറ്റംപ്റ്റഡ് ബൈ ഗസ്സിംഗ് വെർ റോങ്. ഈ ഗസ് ചെയ്ത എല്ലാ ആൻസേഴ്സും തെറ്റിപ്പോയി. ആൻഡ് ആൻസേർഡ് 80 കറക്റ്റ്ലി. 80 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും? അപ്പോൾ 80 കറക്റ്റ്ലി എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടിയ ഇതെന്ന് പറയുമ്പോൾ 80 മാർക്ക് ടോട്ടലി കിട്ടി. ഇനി അതിൻ്റെ അകത്തുനിന്ന് ഓൾ ക്വസ്റ്റ്യൻ ഹി അറ്റംപ്റ്റഡ് ബൈ ഗസ്സിംഗ് വെർ റോങ്, ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 120യിൽ നിന്ന് നമ്മൾ 80 സബ്ട്രാക്ട് ചെയ്യും.
80 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 40 ക്വസ്റ്റ്യൻസ് എന്താണ് റോങ് ആയിട്ടാണ് പോകുന്നത്. 80 കറക്റ്റ് ആൻസേഴ്സും 40 റോങ് ആണെങ്കിൽ അതിൽ എന്ത് ചെയ്യും 1/4 മാർക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതും തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പം 1/4 ഓഫ് 40 എന്ന് പറയുമ്പോൾ 80 - 10 ആണ്. 80 - 10 എന്ന് പറയുമ്പോൾ 70. അപ്പം അങ്ങനെ വരുമ്പോൾ ടോട്ടൽ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 70 ആണ്. എല്ലാ ആൻസർ ഗസ് ചെയ്തതെല്ലാം റോങ് ആയിപ്പോയി, പക്ഷെ എമ്പാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തത്. 80 കറക്റ്റായിട്ട് ആൻസർ ചെയ്തു എന്ന് പറയുമ്പോൾ 80. റിമൈനിങ് ക്വസ്റ്റ്യൻസ് റോങ് ആണ്. ടോട്ടൽ ഇറ്റ് ഈസ് 120, സോ ഇറ്റ് ഈസ് 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻസർ ടു ഓൾ ക്വസ്റ്റ്യൻസ് he attempted by guessing were wrong. ആൻസർ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്ത എല്ലാം റോങ് ആയി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ് ആൻസേർഡ് കറക്റ്റ്ലി ടു സ്കോർ 95 മാർക്ക്? ടോട്ടൽ എത്ര കിട്ടണം? 95 മാർക്ക് കിട്ടണം. അപ്പോൾ ഗസ് ചെയ്തതെല്ലാം തെറ്റിപ്പോയി. കറക്റ്റ് എത്രണ്ണമാണ്? അപ്പോൾ കറക്റ്റ് വരുന്ന ആൻസറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ടോട്ടൽ 120 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എക്സ് കറക്റ്റ് ആൻസർ ആകുമ്പോൾ റോങ് ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 - എക്സ് ആയിരിക്കും വരുന്നത്. ഇനി മാർക്കിൻ്റെ കാര്യം എന്നാ പറഞ്ഞേക്കണേ? ഈ 120 - എക്സ് എത്ര ക്വസ്റ്റ്യൻ ആണോ വരുന്നത് അതിൽ നിന്ന് 1/4 നമ്മൾ മാർക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യും. എക്സ് - 1/4 ഇൻറ്റു 120 - എക്സ് ഇസ് ഈക്വൽ ടു 95. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 1/4 അകത്തേക്ക് എടുക്കുക. അപ്പോൾ എക്സ് - 120/4 എന്ന് പറയുമ്പോൾ 30, മൈനസും മൈനസും പ്ലസ് ആവും. ദിസ് ഈസ് x/4 ഈക്വൽ ടു 95. ഇനി -30 അപ്പുറത്തേക്ക് വരുമ്പോൾ +30 ആയിട്ട് മാറും. അപ്പോൾ എക്സ് പ്ലസ് x/4 ഈസ് ഈക്വൽ ടു 95 + 30 എന്ന് പറയുമ്പോൾ 125. ഇനി ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ 4x + x എന്നാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ 4x + x എന്ന് പറയുമ്പോൾ 5x/4 ഈസ് ഈക്വൽ ടു 125. ഇനി 125നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x ഈസ് ഈക്വൽ ടു 500. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? 100 ആണ്. അപ്പം നമ്പർ ഓഫ് കറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 95 മാർക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടി എത്രണ്ണം കറക്റ്റായിട്ട് ചെയ്യണം? 100 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തതിൽ ഗസ് ചെയ്തതെല്ലാം തെറ്റിപ്പോയി. ഗസ് ചെയ്തതെല്ലാം തെറ്റിപ്പോയാലും കറക്റ്റായിട്ട് എത്രണ്ണം ചെയ്തിട്ടുണ്ട്? 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എന്നാലാണ് 95 മാർക്ക് കിട്ടുള്ളൂ. ഇനി കേസ് സ്റ്റഡി 2 പറയുന്നത്, അമിത് ഈസ് പ്ലാനിങ് ടു ബൈ എ ഹൗസ് ആൻഡ് ദ ലേഔട്ട് ഈസ് ഗിവൺ ബിലോ. ഇവിടെ ലേഔട്ട് തന്നിട്ടുണ്ട്. The design and the measurement has been made such that area of 2 bedroom and kitchen together is 95 square meter. Area of 2 bedroom and kitchen, 2 ബെഡ്റൂമും കിച്ചണും കൂടിയുള്ള ടോട്ടൽ ഏരിയ ആണ് എന്തെന്ന് പറഞ്ഞത്? 95 മീറ്റർ സ്ക്വയർ ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഫ്രം ദിസ് സിറ്റുവേഷൻ. ഇതിന് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഇതൊരു റെക്റ്റാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ബെഡ്റൂമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് കിച്ചൻ്റെത്തും ഏരിയ ഓഫ് കിച്ചൺ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെയാണ് വന്നത്. അവിടെ y ഇൻറ്റു 5 എന്നാണ് വന്നത്. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു y എന്ന് വരും. ഇനി ഇതിൻ്റെ നമുക്ക് എത്ര ബെഡ്റൂം ഉണ്ട്? 2 ബെഡ്റൂമാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 2. ഇത് ഏരിയ ഓഫ് 1 ബെഡ്റൂമാണ്. അപ്പോൾ ഏരിയ ഓഫ് 2 ബെഡ്റൂമിൻ്റെ എങ്ങനെ വരും? ഏരിയ ഓഫ് 2 ബെഡ്റൂം എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5. അപ്പോൾ നമുക്ക് 10x ആണ്. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് 10x കിട്ടി. 10x പ്ലസ് പിന്നെ കിച്ചൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ എത്രയാണെന്ന് കിട്ടും? 95 ആണ്. അപ്പം അതാണ് ആദ്യത്തെ അതിൻ്റെ ലീനിയർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് 5 ഉള്ളതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2x + y ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുവാണെങ്കിൽ 2x + y ഈസ് ഈക്വൽ ടു 90. ഇനി പിന്നെ നമുക്ക് മുകളിലത്തെ ഒരു ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ എക്സും 2ഉം വൈയും ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 15 ആണ്. ലെങ്ത് ഈക്വൽ ടു 15 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ x + 2 + y ഈക്വൽ ടു 15.
അപ്പം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 15 മൈനസ് 2. ഈ പ്ലസ് 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ആയിട്ട് മാറും. 15 മൈനസ് 2 എന്ന് പറയുമ്പോൾ 13. അപ്പോൾ എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് കിട്ടും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 13. അപ്പോൾ അത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത് 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 19. സെക്കൻഡ് ഇക്വേഷൻ കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 13. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഔട്ടർ ബൗണ്ടറി ഓഫ് ദ ലേഔട്ട്. ഇതിൻ്റെ ഔട്ടർ ബൗണ്ടറിയുടെ ലെങ്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ലെങ്ത് 15 ആണ്. ഇത് 5 പ്ലസ് 5 10, 10 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 12. ലെങ്ത് എന്ന് പറയുന്നത് 15ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 12. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ തന്നെയാണ് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പം 2 ഇൻറ്റു 27. 2 ഇൻറ്റു 27 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 54 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ഈച്ച് ബെഡ്റൂം ആൻഡ് കിച്ചൺ ഇൻ ദ ലേഔട്ട്. ഏരിയ ഓഫ് ഈച്ച് ബെഡ്റൂം ആൻഡ് കിച്ചൺ ഇൻ ദ ലേഔട്ട്. ബെഡ്റൂമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, കിച്ചണിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. ബെഡ്റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 5 ഇൻറ്റു ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എക്സ് വൈയും എത്രയാണ് കണ്ടുപിടിക്കുക. എക്സിൻ്റെ വൈയുടെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 19, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 13. ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആവും. 19 മൈനസ് 13 എന്ന് പറയുമ്പോൾ 6 ആവും. അപ്പോൾ നമുക്ക് എക്സ് 6 ആണ് കിട്ടി. എക്സ് 6 ആണെന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 6 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 19. സോ വൈ ഈസ് ഈക്വൽ ടു 19 മൈനസ് 12. 19 മൈനസ് 12 7 ആണ് കിട്ടി. അപ്പോൾ എക്സ് 6ഉം വൈ 7 ആണ് കിട്ടി. ഇനി ഏരിയ ഓഫ് ബെഡ്റൂം അല്ലേ ചോദിച്ചേക്കണം. ഒരു ബെഡ്റൂമിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 5x. അപ്പോൾ 5 ഇൻറ്റു 6. 5 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 30. ഇനി ഏരിയ ഓഫ് കിച്ചൺ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്? y ഇൻറ്റു 5y ആണ് വന്നേക്കണം. അപ്പോൾ വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? 7 കൊടുക്കുക. അപ്പോൾ 5y ഇസ് ഈക്വൽ ടു 35 മീറ്റർ. ഇനി അടുത്ത ചോദിച്ചേക്കണത് ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം ഫൈൻഡ് ദ ഏരിയ ഓഫ് ലിവിംഗ് റൂം ഇൻ ദ ലേഔട്ട്. ഈ ലേഔട്ടിലെ ലിവിംഗ് റൂമിൻ്റെ ഏരിയ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലിവിംഗ് റൂം എന്ന് പറയണത് നോക്കിക്കേ, ഈ ഫുൾ റെക്റ്റാങ്കിളിൽ നിന്ന് ഈ ചെറിയ റെക്റ്റാങ്കിൾ കുറച്ചാൽ മതിയല്ലോ. ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിൽ നിന്ന് ഏരിയയിൽ നിന്ന് ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കുറയ്ക്കുക. ലിവിംഗ് റൂമിൻ്റെ അകത്ത് ഇതെന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 7 ആണ് വന്നത്. 15 ഇൻറ്റു 7 നിന്ന് ഏരിയ ഓഫ് ദ 1 ബെഡ്റൂം കുറയ്ക്കുക. ഏരിയ ഓഫ് 1 ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ 30 ആണ് കണ്ടുപിടിച്ചത്. അതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 15 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 105. 105 30 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 75 കിട്ടും. അപ്പോൾ 75 മീറ്റർ സ്ക്വയർ ആണ് ലിവിംഗ് റൂമിൻ്റെ ഏരിയ. ഇനി പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ലേയിങ് ടൈൽസ് ഇൻ കിച്ചൺ അറ്റ് ദ റേറ്റ് ഓഫ് ₹50 പ്ലസ് മീറ്റർ സ്ക്വയർ. കിച്ചണിൽ നമ്മൾ ടൈലിടുക. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് 50 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാകും? കിച്ചണിലെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. കിച്ചണിലെ ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിച്ചണിൻ്റെ ഏരിയ 35 ആണ്. 35 ഇൻറ്റു 50 ആണ് ചെയ്യേണ്ടത്. 1 മീറ്റർ സ്ക്വയറിന് 50 റുപ്പീസ്. അപ്പോൾ 35 മീറ്റർ സ്ക്വയറിന് 35 ഇൻറ്റു 50 ദാറ്റ് ഈസ് 1750. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1750 റുപ്പീസ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി 3 ആണ്. കേസ് സ്റ്റഡി 3 അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം.